ഹലോ, കറി വയ്ക്കാൻ ഒന്നുമില്ല എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ ഈ 2 മുളകുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ചോറുണ്ണാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ആകെ വേണ്ടത് നമുക്ക് ഇങ്ങനത്തെ നീളമുള്ള മുളകുകളാണ്. എരിവുള്ള മുളകാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. പിന്നെ ഇതുപോലെ നടുവിൽ കീറിയിട്ട് ജസ്റ്റ് കുറച്ച് ഉപ്പ് നിറച്ച് കൊടുക്കുക അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഫുൾ അടിവരെ നിറച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മുളകുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മുളകെങ്ങാണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാത്തിലും എന്ത് ചെയ്യാം, ഇതുപോലെ നിറച്ച് കൊടുക്കാം. ഇത് ഞങ്ങൾ പാലക്കാട്ടിലൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ചോറിന്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി വയ്ക്കാം. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് ഈ മുളകെല്ലാം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ 2 സൈഡും മുരിയുന്ന വരെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. ഇതുപോലെ നല്ല ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ഒരു ടിഷ്യൂ പേപ്പറിലാക്കി മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി അങ്ങനെ എല്ലാതും സെക്കൻഡ് ബാച്ച് ഞാനിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി നമുക്ക് കുറച്ച് മട്ടരി ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളകുണ്ടല്ലോ, അതിങ്ങനെ നല്ല ഉടച്ചിട്ട് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, കാരണം ഉപ്പ് മുളകിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ നനച്ച് ഒരു ഉരുള വെച്ചാറുണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.